നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, കുറച്ച് നാളുകളായി, കുറച്ച് നാളുകളല്ല കുറച്ച് വർഷങ്ങളായി. ഇത്ര 1-2 വർഷമൊക്കെ. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം നിനക്ക് എന്ത് തോന്നുന്നു? എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നെങ്കിലും വന്നില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നത് കാരണം കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതല്ലല്ലോ, നിങ്ങൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്റെ അനുഭവം അല്ലേ ഞാൻ പറയേണ്ടത്. നിന്റെ അനുഭവം തന്നെ. എന്നാലും പഠിക്കാൻ പോയത് SSLCക്ക് തേർഡ് ഇയർ വരെ പോയ നീ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് എന്തൊക്കെയോ പഠിച്ചു എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് എന്റെ അഭിപ്രായം ചോദിക്കുന്നത് എന്റെ അഭിപ്രായമല്ലേ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? നിങ്ങൾ പിന്നെ എന്തിനാ എന്റെ അഭിപ്രായം എന്റെ കാര്യങ്ങളല്ലേ അറിയാനല്ലേ നിങ്ങൾ ചോദിച്ചത്? പിന്നെ അപ്പൊ എനിക്ക് കിട്ടിയ അനുഭവങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറയാനൊക്കെ പഠിച്ച് അതൊരു വലിയ അറിവ് തന്നെയാണ്. ആ തുടരൂ. നിങ്ങൾ ഒരുമാതിരി എന്റെ ശ്രീകണ്ഠൻ നായർ ചേട്ടൻ ചോദിക്കുന്ന എന്നൊക്കെ ചോദ്യം ചോദിച്ചു. അതിന്റെ ആദ്യം തന്നെ നിങ്ങൾ ഉത്തരവ് കണ്ടുപിടിച്ച് ചോദിക്കുന്നവരൊക്കെ ഒരു പിന്നെ തിരിച്ച് മറുപടി പറയാൻ ചോദിക്കുന്നവർ തന്നെ ആൻസറും പറഞ്ഞു, ക്വസ്റ്റ്യനും പറഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ക്വസ്റ്റ്യൻ കേട്ടോണ്ടിരിക്കുന്ന ആരും പൊട്ടരാ. അവർക്ക് തിരിച്ച് മറുപടി പറയാൻ അവസരം കൊടുക്കാതെ എനിക്ക് പിന്നെ ചോദിക്കാതിരുന്നാ പോരായിരുന്നു. മൈക്കില്ലാത്തത് എനിക്ക് നല്ല കുറെ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. കുറെ നല്ല ആൾക്കാരായിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാനും സഹകരിക്കാനും ബന്ധപ്പെടാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതും മോശമായിട്ട് കുറേ നല്ല അനുഭവങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ അതിലുപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ബർത്ത്ഡേ, ഞങ്ങളുടെ 4 പേരുടെ, എൻ്റെയും മക്കളുടെയും ഇക്കാടെ എല്ലാം ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഞങ്ങൾ 2പേരുടെയും വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴത്തേക്ക് വിഷസ് ചെയ്യാനായിട്ട് കുറേ അധികം ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ശരിയാണ്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് സത്യത്തിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്കൊക്കെ മേടിച്ച് കട്ടിയാന്ന്. എന്റെ വീട്ടിലൊന്നും, എന്റെ കുഞ്ഞുനാളിലും എന്റെ ചെറുപ്പത്തിലൊന്നും എന്റെ വീട്ടുകാരൊന്നും കേക്ക് മേടിച്ച് കെട്ടിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ മക്കളെന്നും ബർത്ത്ഡേ ഒക്കെ കേക്ക് കട്ട് മക്കളെയല്ല, ഞാൻ എന്റെ അപ്പൊ ഞാനതല്ല പറഞ്ഞു. അപ്പൊ നമുക്ക് കുറെ അധികം ആൾക്കാര് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഓരോരുത്തരുടെയൊക്കെ അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്ത് പറയണം, എങ്ങനെ പറയണം, അതൊക്കെ അവരുടെ അവകാശം. അതൊക്കെ അവരുടെ അവകാശമാണ്. പബ്ലിക്കിൽ നമ്മൾ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ നിൽക്കുന്നിടത്തോളം നമുക്ക് അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ബോധേടുമല്ല കേട്ടോ. ബോധേടല്ല. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക, പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഉള്ളൂ, മനസ്സിലാക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ അനുഭവം അതൊക്കെ തന്നെയാണ്. എനിക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്ക് ഒരു സ്ഥാപനം ഇല്ലേ? മിണ്ടാതിരിക്കുമോ? എനിക്ക് വയ്യ. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യനും ചോദിച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷൻ ടൈപ്പിങ് എടുത്തുകൊണ്ട് വരി. അപ്പൊ പിന്നാണെങ്കിൽ അങ്ങനെ കുറേ അധികം ആൾക്കാർ വന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ, അത് കണക്കാരം നിങ്ങൾക്കൊരു സ്ഥാപനം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ, സന്തോഷവും കൂടിയാണ്. എൻ്റെ ഇക്കാണെങ്കിൽ 2002 ഒരു കമ്പനി ഇട്ട് അന്ന് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും ഇട്ടിട്ടില്ല, മീഡിയയിലില്ലായിരുന്നു, ഈ കമ്പനിയെക്കുറിച്ചൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ സ്വന്തം പേരിലൊക്കെ ദുബായിലൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിട്ട് പുറത്തുള്ളവരൊക്കെ കാണുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര സന്തോഷമല്ലേ. മാത്രമല്ല, നമ്മളാണെങ്കിൽ നാട്ടിൽ പോയപ്പോ കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയപ്പോഴത്തേക്ക് നമ്മൾ വർക്കലയും കോഴിക്കോടും ഒക്കെ പോയായിരുന്നു. ഈവൻ അവിടെയൊക്കെ ചെല്ലുമ്പോൾ പോലും നമ്മളെ തിരിച്ചറിയുന്ന കുറച്ച് മനുഷ്യർ അവിടെയൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മൾ ടൗണിലൊക്കെ ചെന്നിട്ടും മറ്റും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ വഴി ചോദിക്കാനായിട്ട് നിർത്തുമ്പോഴോ ഒക്കെ വന്നിട്ട് ആൾക്കാർ ഇത് കായിത്തായല്ലേ, എവിടെ പോയി എന്തായതാന്നൊക്കെ അവരുടെ മുൻ പരിചയക്കാരെ പോലെ വന്ന് നമ്മളടുത്ത് സംസാരിക്കുന്നതൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്, വളരെ വലിയ സന്തോഷമാണ്. ഇതിപ്പോ ഞങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അയ്യോ ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണോ എന്ന് നിങ്ങൾക്ക് കരുതിയെങ്കിലും ഞങ്ങളൊക്കെ സാധാരണ നാട്ടിൻപുറത്ത് നല്ല സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അതായിരിക്കാം. ഞാൻ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അങ്ങനെയൊക്കെ ഗ്രാമപ്രദേശത്തിൽ നിന്നൊക്കെ വന്ന് നമ്മളൊന്നും ഇങ്ങനെ സത്യമാണ്. ഷീജയുടെ നാട്ടിൽ
നിന്നിട്ട് പണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മലയുടെ ഇപ്പുറത്ത് നിന്നിട്ട് കൂവും. അപ്പൊ അപ്പുറത്ത് നിന്നോണ്ട് അവര് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോകും. നാട്ടുകാരൊക്കെ കാണുന്നുണ്ടോ? നാട്ടുകാരൊക്കെ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ വീഡിയോ കാണുന്നിട്ടുള്ളവരെല്ലാരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമ്മളൊക്കെ അങ്ങനെയൊക്കെ നമ്മളൊന്നും പിന്നെ സിനിമാക്കാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ഒന്നും അല്ലാതെ ചുമ്മാ സാധാരണ കുടുംബത്തിൽ നിന്ന് സാധാരണക്കാരായിട്ട് ജനിച്ച് വളർന്ന ഇങ്ങനെയൊക്കെ വന്ന് 2-3 വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ പലരും തിരിച്ചറിയുമ്പോൾ എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് നമ്മൾ വെളിപ്പെടുത്തിയതാണ്, നമ്മൾ പങ്കിട്ടതാണ്. അപ്പൊ ഞാൻ ഇത്തിരി VIP ഫാമിലിയിലാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ഥലത്തിന്റെ പ്രസക്തി അല്ല ഞാൻ പറയത്തില്ല. സ്ഥലത്തിന്റെ പേര് അഞ്ചൽ. കൊല്ലം ജില്ലയിൽ കിഴക്കൻ മലയോര പ്രദേശമായ കേരളത്തിന്റെ കിഴക്കൻ മലയോര പ്രദേശമായ കൊല്ലം ജില്ലയുടെ അഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും എന്റെ കുട്ടിക്കാലമൊക്കെ ചെലവഴിച്ചത്. അപ്പൊ എന്റെ കുടുംബത്തിന്റെ പേര് ചൊവ്വ എന്നാണ്. അപ്പൊ ചൊവ്വുള്ള ആൾക്കാര് ഉള്ള സ്ഥലമാണ്. എന്തായിരുന്നാലും ആ സ്ഥലത്തുള്ള ഞാൻ ഇപ്പോൾ അഭിമാനം കൊള്ളുന്നു. ഞാനൊരല്പം പണ്ടേ ഞാൻ കൊല്ലം ജില്ലയില് പുനലൂർ വിളക്കുപാറ എന്ന അല്ല നിങ്ങളുടെ സ്വന്തം സ്ഥലത്തിന്റെ പേര് പറയാത്ത എന്ത്? വിളക്കുപാറ. അത് കഴിഞ്ഞിട്ട് പോണല്ലോ. ഇളവറാങ്കുഴി ആ ചെറിയൊരു ഗ്രാമപ്രദേശത്തിൽ ജനിച്ചവരും അവിടെയുള്ള ഇത്രയും ആൾക്കാരുടെയൊക്കെ ചുറ്റുപാടിൽ ജീവിക്കാൻ പറ്റിയതും 18 വയസ്സ് വരെയൊക്കെ ആ നാട്ടിൽ ജനിച്ച് വളരാൻ പറ്റിയതും ആ ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയതും. ഞാൻ +2 വരെ എന്റെ ഇളവറാങ്കുഴി സ്കൂളിലാണ് പഠിച്ചത്. ഭയങ്കര സന്തോഷവും അഭിമാനവും അതിൽ ഉപരി ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു കുട്ടിയാണ് ഞാൻ. എന്റെ ഇളവറാങ്കുഴി നാട്ടിൽ എനിക്ക് ജനിച്ച് വളരാൻ പറ്റിയത് എന്റെ വാപ്പായും ഉമ്മായൊക്കെ സാധാരണക്കാരായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ജനിച്ച് വളർന്ന എന്നെ അല്ല പട്ടാളക്കാരനായിരുന്നു. ഇല്ല അതിനകത്ത് നമുക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. പട്ടാളക്കാരന്റെ മരുമോളായിട്ടൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കയറുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അഭിമാനമാണ്. അപ്പം പിന്നെ നമ്മുടെ വീട്ടിലൊരു കേന്ദ്ര ഗവൺമെന്റും ഉണ്ട്, ഒരു കേരള ഗവൺമെന്റും ഉണ്ട്. അതൊക്കെ സന്തോഷമല്ലേ? അപ്പം സന്തോഷമാണ് എല്ലാം കൊണ്ടും. ഒരു പ്രവാസമായിട്ട് അതെ. അപ്പം എല്ലാം കൊണ്ടും സന്തുഷ്ടമായ ജീവിതമാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് കുറേ നല്ല സൗഹൃദങ്ങളെ കിട്ടാനും പരിചയപ്പെടാനും കുറേ നല്ല ആൾക്കാരുടെ അടുത്ത് പോകാനും പരിചയപ്പെടാനും എല്ലാം പറ്റി ഭയങ്കര സന്തോഷമാണ്. ഇനിയും സോഷ്യൽ മീഡിയ വഴി ഒമാനി വരെ പോയി കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ഇട്ടത് കാരണം അതുവഴി ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ഒമാനിലെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളെ വിളിച്ചിരുന്നു, ഗസ്റ്റ് ആയിട്ട് നമ്മൾ പോയിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയ അനുഗ്രഹങ്ങളാണല്ലേ. നമ്മൾ സാധാരണക്കാരായ നമുക്ക് അങ്ങനെയൊക്കെ പോകാനൊക്കെ പറ്റും. നമ്മൾ പോകാല്ല ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കാനൊക്കെ പോവാന്ന് പറയാം. അതുപോലെ ഇവിടെ പല പല ഉദ്ഘാടനങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളെ പലരും വിളിക്കാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് അവരുടെയൊക്കെ ഒരു സാമീപ്യം, നമ്മുടെ ഒരു സാമീപ്യം അവിടെ അറിയിക്കുവാനും അവിടെയൊക്കെ പോയി നിൽക്കുവാനും അവരെയൊക്കെ കാണാനും അവിടെ വരുന്ന മറ്റുള്ളവരെ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിയുന്നതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് അതൊക്കെ സന്തോഷം തരുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനിയും നമ്മളിടുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക, നമ്മളായിട്ട് നിങ്ങളൊക്കെ സഹകരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഷോപ്പിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മുടെ ആ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ആക്കിയൊക്കെ കൊടുക്കുക. അപ്പം ഞങ്ങൾക്ക് എന്തായാലും സന്തോഷവും അഭിമാനവും എല്ലാം. നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണമെങ്കിലോ അതിൽ കമന്റ് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മളത് ചെയ്യും. നമ്മളിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്നതിലൊക്കെ കമന്റ് ലൈക്കും ഒക്കെ അടിക്കാറുണ്ട്. അത് കൂടാതെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതും ചെയ്യുന്നതായിരിക്കും. ഒരു പുതിയ കാര്യമല്ലല്ലോ, പുതുതായിട്ടുള്ള എന്തെങ്കിലും ന്യൂ കണ്ടന്റ് കൊണ്ടുവരും. നിനക്ക് വണ്ണം കൂടി, നിനക്ക് വിവരമില്ല, നിനക്ക് ബോധമില്ല, നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾഡാണ്. ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരും. പറഞ്ഞല്ലോ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വിവരം ഇല്ലെങ്കിലും ബോധം ഇല്ലെങ്കിലും എൻ്റെ സ്വന്തം പേരിൽ എനിക്ക് ദുബായിലൊരു സ്ഥാപനം ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം മാത്രമാണ്. വിദ്യാഭ്യാസം ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തവർ
മിണ്ടാതിരി. എഡ്യൂക്കേഷൻ ഇല്ലാത്തവർക്കും ജീവിക്കാൻ പറ്റും, അവരവരുടെ സ്വന്തം നിലയിൽ പറ്റും എന്ന് കാണിച്ചു കൊടുത്തല്ലോ. അത് മാത്രം എനിക്ക് മതി. പബ്ലിക്കിൽ നിങ്ങളല്ലേ പറഞ്ഞു എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ മനസ്സ് മാത്രം മതി. മനസ്സ് തുറന്ന് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ജോലിയിലോട്ട് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ വിജയമാക്കാൻ പറ്റും. സത്യം, എൻ്റെ അനുഭവം പറയാം. പിന്നെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും ഓടിവിട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം അതൊക്കെയാണ് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. റൂഫ് ടൈലിന്റെ പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണ് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാൻ നമ്മൾ വന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയും കൂടുതൽ വിശേഷങ്ങളും ചെറിയ ചെറിയ സംസാരങ്ങളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.